പഴയ പരാതിയിൽ മുകളിൽ ബഡ്സ് ആക്ട് പ്രകാരം അറ്റാച്ച്മെൻറ്റ് ഉത്തരവ് ഇറങ്ങിയായിരുന്നു. ആ ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അത് തുണ്ടി മുതലാണ്. അതിൽ സ്വർണ്ണാഭരണങ്ങളുണ്ട്, ഡോക്യുമെൻറ്റുകളുണ്ട്. ഈ സ്വർണ്ണാഭരണങ്ങളെ ഇവർ പണം എടുത്തിട്ട് മറുപണയം വെച്ചു മറ്റുള്ള സ്ഥാപനങ്ങളിൽ. ഈ തുണ്ടി മുതലായ ഈ സ്വർണം ഈ IP കോടതിയിൽ നിർമ്മലിൻ്റെ അസറ്റിൽ ഉൾപ്പെടുത്തി റിസീവർക്ക് കൈമാറിയിരിക്കുകയാണ്. ഇത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. BJPയുടെ സംസ്ഥാന ഘടകമായിട്ട് അടുപ്പമുള്ള ഒരു പ്രധാന വ്യക്തിയാണ്. ഇത് സംസ്ഥാന ഘടകമായിട്ട് മാത്രമല്ല, കേന്ദ്രത്തിലെ പല നേതാക്കളുമായിട്ടും അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുള്ളത്. നമസ്കാരം. 2018 കന്യാകുമാരി ജില്ലയിൽ കേരള അതിർത്തിയിൽ ഉള്ള നിർമ്മൽ കൃഷ്ണ ബാങ്ക് പൂട്ടി ഉടമയായ നിർമ്മലൻ 10,000 കോടിയിലധികം രൂപയുമായി മുങ്ങിയത്. മലയാളികൾ ഉൾപ്പെടെ 10,000-ലേറെ പേർ ഇതിൽ വഞ്ചിതരാവുകയും ചെയ്തു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി വ്യാപിച്ചു കിടക്കുന്ന തട്ടിപ്പ് CBI അന്വേഷിക്കും എന്ന് 2025 സർക്കാർ ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കേസിൻ്റെ സാഹചര്യം എന്താണ്? നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. നിക്ഷേപകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാണ് അവർ ഇപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈയൊരു സാഹചര്യത്തിൽ നിർമ്മൽ കൃഷ്ണ നിക്ഷേപ സംരക്ഷണ സമിതി പ്രസിഡന്റ് SM നായർ മറുനാടനോട് പ്രതികരിക്കുകയാണ്. പുതിയ പരാതികളുമുണ്ട്. പഴയ പരാതിയിൽ മുകളിൽ ബഡ്സ് ആക്ട് പ്രകാരം അറ്റാച്ച്മെൻറ്റ് ഉത്തരവ് ഇറങ്ങിയായിരുന്നു. ആ ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വരണം. അത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ഞങ്ങളിപ്പം അറിഞ്ഞത് മാറാമട്ടത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൃഷ്ണ ഫിനാൻസുമായി ബന്ധപ്പെട്ട കേസുകൾ, ആ കേസ് അട്ടിമറി നടത്തിയിരിക്കുന്നു. അത് വ്യക്തമായിട്ട് മനസ്സിലായത് നമുക്ക് ഈ അടുത്ത സമയത്താണ്. ഞങ്ങൾ കോടതിയിൽ, അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നെയ്യാറ്റിൻകരയാണ്. അപ്പോൾ നെയ്യാറ്റിൻകര കോടതിയാണ് ഇതിൻ്റെ വിചാരണ കോടതി. ഈ സ്ഥാപനം ഹാർഡ് ലോക്കർ ഓപ്പൺ ചെയ്തത് പൊളിച്ചതാണ്, വെട്ടിപ്പൊളിക്കുകയാണ് ചെയ്തത്. വെട്ടിപ്പൊളിച്ച് അതിൽ നിന്നും കണ്ടെത്തിയ സാധനങ്ങൾ അത് തുണ്ടി മുതലാണ്. അതിൽ സ്വർണ്ണാഭരണങ്ങളുണ്ട്, ഡോക്യുമെൻറ്റുകളുണ്ട്. ഈ സ്വർണ്ണാഭരണങ്ങളെ ഇവർ പണം എടുത്തിട്ട് മറുപണയം വെച്ചു മറ്റുള്ള സ്ഥാപനങ്ങളിൽ. അങ്ങനെ മറുപണയം വെച്ചതിൻ്റെ ഡോക്യുമെൻറ്റുകളുണ്ട്. ഈ ഡോക്യുമെൻറ്റുകളെല്ലാം കണ്ടെത്തിയിട്ട് അതിൽ വളരെ കുറച്ച് ഗോൾഡ് മാത്രം ഇൻവെൻ്ററി തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട്. അത് വിചാരണ കോടതിയിലല്ല സമർപ്പിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിലെ ഒരു പ്രധാന പ്രതിയായ നിർമ്മലൻ ഇൻഷുറൻസ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വഞ്ചിയൂർ സബ് കോടതിയിലാണ് ആ കേസ് നിൽക്കുന്നത്. അത് 2017 ഫയൽ ചെയ്ത കേസാണ്. ആ കേസിൽ ഈ പ്രോപ്പർട്ടികൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, നിർമ്മലൻ്റെ പ്രോപ്പർട്ടികൾ. ആ കേസിനകത്ത് ഈ കൃഷ്ണ ഫൈനാൻസിൻ്റെ മാനേജർ പ്രധാന പ്രതിയാണ്. ഈ പ്രതി ഒരു അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഈ കണ്ടെത്തിയ തൊണ്ടി മുതലെന്ന് പറയുന്ന ഈ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മലിന് ഞാൻ പൈസ കൊടുക്കാനുണ്ട്, ഈ സ്ഥാപനം നിർമ്മലിൻ്റെ പേരിൽ ഞാൻ നടത്തിയതാണ്, അതുകൊണ്ട് ഈ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മലൻ്റെ അസറ്റിൽ ഉൾപ്പെടുത്തി റിസീവർക്ക് കൈമാറണമെന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ ഫയൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ കോടതിയിൽ ഒരു അപേക്ഷ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സിവിൽ കേസാണ്, ഇൻഷുറൻസ് പെറ്റീഷനാണ്. അപ്പോൾ സിവിൽ കേസിൽ അങ്ങനെ ഒരു അപേക്ഷ വരുമ്പോൾ കോടതി ആ കേസ് അപേക്ഷ മാത്രമാണ് പരിഗണിക്കുന്നത്. പരിഗണിച്ച് ഈ തൊണ്ടി മുതലായ ഈ സ്വർണം ഈ IP കോടതിയിൽ നിർമ്മലിൻ്റെ അസറ്റിൽ ഉൾപ്പെടുത്തി റിസീവർക്ക് കൈമാറിയിരിക്കുകയാണ്. ഇത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഇതിൽ മാരാമട്ടം SHO ആണ് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് അറിവുണ്ട്, അയാളുടെ സമ്മതത്തോടു കൂടിയാണ്. കാരണം ഇത് പ്രതികളുമായിട്ട് ഒത്തുചേർന്ന് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ്. ഈ മാരാമട്ടത്ത് കൃഷ്ണ ഫൈനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഈ പ്രതി വേണു തന്നെ സമ്മതിച്ചിരിക്കുകയാണ് കോടതിയിൽ, ഈ സ്ഥാപനം നിർമ്മലിൻ്റെ ബിനാമി സ്ഥാപനമാണെന്ന്. ആ നിലയ്ക്ക് ഇത് ബഡ്സ് ആക്ട് പ്രകാരം എടുത്ത കേസിലായാലും മാരാമട്ടത്ത് രജിസ്റ്റർ ചെയ്ത FIR പ്രകാരവും ഇത് ക്രിമിനൽ നടപടി പ്രകാരം ഇത് തൊണ്ടി മുതലാണ്. ഈ തൊണ്ടി മുതൽ നശിപ്പിക്കാനാണ് ഈ പ്രതിയെ കൊണ്ട് സിവിൽ കേസിലെ IP കോടതിയിൽ ഇൻഷുറൻസ് പെറ്റീഷനിൽ ഈ സാധനങ്ങളെ ഡിപ്പോസിറ്റ് ചെയ്യിച്ചത്. ഇതിന് ഇടയിൽ CBI അന്വേഷണം എല്ലാം തന്നെ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. അതിൻ്റെ കാര്യം അതെ, ഇതുമായി ബന്ധപ്പെട്ട് ബഡ്സ് ആക്ടിൻ്റെ സെക്ഷൻ 30 പ്രകാരം ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ബഡ്സ് ആക്ടിൻ്റെ 30 നിയമപരമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൊടുത്ത പരാതിயின் മുകളിലാണ് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്.
ആ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് ശേഷം നിർമ്മലൻ്റെ അന്ന ഒരു ബന്ധുവും കുന്നത്തുകൽ പഞ്ചായത്തിലെ ഒരു പ്രവർത്തകനും, അതായത് BJPയുടെ സംസ്ഥാന ഘടകമായിട്ട് അടുപ്പമുള്ള ഒരു പ്രധാന വ്യക്തിയാണ്. ഇത് സംസ്ഥാന ഘടകമായിട്ട് മാത്രമല്ല, കേന്ദ്രത്തിലെ പല നേതാക്കളുമായിട്ടും അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുള്ളത്. ആ വ്യക്തിയുടെ ഇടപെടൽ മൂലമാണ് ഈ CBI അന്വേഷണം വരാത്തതെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട്. എന്തായാലും വിവാദമായ നിർമ്മൽ കൃഷ്ണ നിക്ഷേപ തട്ടിപ്പ് കേസിൽ വെട്ടിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ BJP നേതൃത്വവും. CBI അന്വേഷണം തടസ്സപ്പെടുത്തിയത് BJP നേതാക്കളാണ് എന്ന ആരോപണമാണ് നിലവിലിപ്പോൾ ഇരകൾ ഉന്നയിക്കുന്നത്. പൈസ വിദേശത്തേക്ക് കടത്താൻ സഹായിച്ചത് BJP നേതാക്കളാണ് എന്ന ആരോപണവും ഇവർ ഉന്നയിക്കുകയാണ്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.